ക്ലിഫ് ഹൗസിൽ വീണ്ടും നവീകരണം. പോലീസ് കൺട്രോൾ റൂം, പാർക്കിംഗ് ഏരിയ എന്നിവ നവീകരിക്കാനാണ് തീരുമാനം. 16.31 ലക്ഷം രൂപയുടെ ടെൻഡറാണ് PWD വകുപ്പ് ക്ഷണിച്ചത്. 20.75 ലക്ഷം രൂപയാണ് ആകെ എസ്റ്റിമേറ്റ്. അഞ്ജു ജയപ്രകാശ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഞ്ജു, 20 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ആകെ എസ്റ്റിമേറ്റ് ഇതിന് നൽകിയിരിക്കുന്നത്. അപ്പം ഇതിൽ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ക്ലിഫ് ഹൗസിൽ വീണ്ടും നവീകരണം എന്ന് പറയുമ്പോൾ ഇതിന് മുൻപ് എന്നാണ് അവസാനമായി നവീകരിച്ചത്? ഒപ്പം തന്നെ ഈ നവീകരണം നടത്തുന്നതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? വീണ, ഈ മുൻകാലങ്ങളിൽ ക്ലിഫ് ഹൗസിൽ നവീകരണം ഉണ്ടായിരുന്നു. അത് വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കാലിത്തൊഴുത്ത് നവീകരണം, ഒപ്പം തന്നെ ഈ സുരക്ഷ വർദ്ധിപ്പിക്കൽ ഉൾപ്പെടെയുള്ള 2021 നവീകരണ പ്രവർത്തികളൊക്കെ പ്രതിപക്ഷം വലിയ തരത്തിൽ ദൂർത്താണെന്ന് പറയുകയും വലിയ തരത്തിൽ വിവാദങ്ങൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പശ്ചാത്തലമായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ക്ലിഫ് ഹൗസിൽ നവീകരണം വരികയാണ്. പ്രധാനമായും നവീകരിക്കുന്നത് ഒന്ന് പോലീസ് കൺട്രോൾ റൂമാണ്, മറ്റൊന്ന് പാർക്കിംഗ് ഏരിയ ആണ്. ഇത് 16.31 ലക്ഷം രൂപയുടെ ടെൻഡർ വിളിച്ചാണ് പൊതുമരാമത്ത് വകുപ്പ് ഇത്തരത്തിലൊരു നവീകരണത്തിന് തയ്യാറെടുക്കുന്നത്. ഈ നവീകരണം പൂർത്തിയാക്കാൻ ആകെ എസ്റ്റിമേറ്റ് തുക 20.75 ലക്ഷം രൂപയാണ്. ഈ 3 മാസത്തിനുള്ളിൽ ഈ നവീകരണം പൂർത്തിയാക്കണമെന്നാണ് നിലവിൽ പറയുന്ന ഉത്തരവിൽ പറയുന്നത്. പ്രധാനമായിട്ടും കൗതുകമുള്ള കാര്യം, ഈ പോലീസ് കൺട്രോൾ റൂമിൽ മാറ്റങ്ങൾ വരുത്താൻ ടൈൽസ്, വുഡ് ക്യാബിൻ, ഗ്ലാസ് വർക്ക്, ഗ്രാനൈറ്റ് തുടങ്ങിയവ ഉണ്ടാവണം. ഒപ്പം തന്നെ ഈ പാർക്കിംഗ് ഏരിയയിൽ റൂഫ് വേണം, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും ശോചനീയാവസ്ഥയിലാണോ ഈ പോലീസ് കൺട്രോൾ റൂം ഒക്കെ ഉള്ളത് എന്നൊരു ചോദ്യം അവിടെ ഉയരുകയാണ്. എന്തായാലും നവീകരണ പ്രവൃത്തി വീണ്ടും തുടങ്ങാനിരിക്കുമ്പോൾ പ്രതിപക്ഷം ഇത് ഏത് തരത്തിൽ ആയുധമാക്കും എന്നതാണ് വരും ദിവസങ്ങളിൽ കാണാനുള്ളത്. ശരി, അഞ്ജു ജയപ്രകാശാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്.